ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അന്നേരം നമ്മുടെ ഇന്നത്തെ യാത്രയെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പോകുന്നൊരു കല്യാണ റിസപ്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് റിസപ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കാര്യങ്ങളൊക്കെ ഓൾറെഡി നേരത്തെ കഴിഞ്ഞു. അത് ഗുരുവായൂരമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. അത് മാത്രമല്ല, ഇന്നത്തെ യാത്രയ്ക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ആനവണ്ടിയിൽ ഒരു യാത്ര ചെയ്യുകയാണ് കേട്ടോ. അത് നമ്മുടെ സ്വന്തം പത്തനംതിട്ട KSRTC സ്റ്റാൻഡിൽ നിന്നാണ് നമ്മുടെ യാത്രയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ബസ്സും കാര്യങ്ങളൊക്കെ വന്ന് ഞങ്ങൾ ബസ്സിൽ കയറി യാത്ര ആരംഭിച്ചു. നമ്മൾ ബുക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു, സീറ്റ് കിട്ടുമോ എടുക്കുമെന്നൊക്കെയുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ ഒന്നും ഒരു ആവശ്യം വന്നില്ല. നമുക്ക് ഇവിടുന്ന് അവിടെ വരെയും സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല സുഗമമായിട്ടുള്ള യാത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെയാണ്ട് നമ്മൾ സ്വന്തം നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരം തമ്പാനൂർ KSRTC സ്റ്റാൻഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ്, ഏകദേശം 2 കൊല്ലം എന്ന് തോന്നുന്നു ഇപ്പോൾ തിരുവനന്തപുരത്തോട്ട് വന്നിട്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക സന്തോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെയൊക്കെ ഞാൻ ഓടിയാണെന്ന് പെട്ടെന്ന് കണ്ടു. അതിനുശേഷം വണ്ടി കാര്യങ്ങളൊക്കെ അപ്പം തന്നെ വന്നായിരുന്നു കേട്ടോ. ഞങ്ങളെ പിക്കപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. നേരെ പയ്യൻ്റെ വീട്ടിലോട്ട് പോയി അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് തന്നെ നേരെ ഓഡിറ്റോറിയത്തിലോട്ട് വന്നു കേട്ടോ. ഇതാണ് നമ്മുടെ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ, ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്, ജ്യൂസ് ഐറ്റംസും ചായ ബജി അതുപോലെ എല്ലാ ഐറ്റംസും ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു കാലിച്ചായൽ ഒതുക്കി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓഡിറ്റോറിയത്തിൻ്റെ അകത്തോട്ട് ഭാഗത്തെ കാഴ്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അകത്ത് എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് അകത്തോട്ട് കയറാൻ കേട്ടോ. അന്നേരം നമ്മൾ കണ്ട അകത്തെ കാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ കേട്ടോ. അതിമനോഹരമായിട്ടാണ് കേട്ടോ. എല്ലാ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയാണ് കേട്ടോ. കാരണം ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആണെന്നില്ല, അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തൊക്കെയാണെങ്കിൽ എന്നും നമുക്ക് ഒന്നും ഒരു ഫോൾട്ടും പറയാനില്ല. കാരണം എല്ലാം പക്കയാണ്. ആൾക്കാരൊക്കെ വന്നും പോയി ഇരിക്കുന്നുണ്ട്. കാരണം കുറേ ആൾക്കാർ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നു, കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നു, കുറേ ആൾക്കാർ പുറത്തുണ്ട്. അങ്ങനെ ആൾക്കാരെല്ലാം വന്നു പോയിട്ടുള്ള ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാനും കുറേ ആൾക്കാർ, അങ്ങനെ ഫാമിലീസ്, അതുപോലെ ഫ്രണ്ട്സ് കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി ആൾക്കാർ കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര നല്ല പക്ക എൻജോയ് ആയിരുന്നു കേട്ടോ. പയ്യൻ്റെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നല്ല, എല്ലാം ഒരേ കളർ കോഡ് കാര്യങ്ങളൊക്കെ, എല്ലാം ഒരേ രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാം അടിച്ച് പൊളിക്കുമായിരുന്നു കേട്ടോ. അതുപോലെ ഞാനും ഉൾപ്പെടെ ഇവിടെ വന്ന് ഞങ്ങളെല്ലാവരും പക്ക എൻജോയ് ചെയ്തു. അങ്ങനെ എന്താ പറയുന്നത്, അങ്ങനെ കുറേ നേരം അങ്ങനെ അവിടെ ഇറങ്ങി അടിച്ചൊക്കെ ഇരുന്നു. കാരണം ഫുഡ് കാര്യങ്ങളൊക്കെ ഓൾറെഡി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അവസാനം കഴിക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ഇപ്പോൾ അവിടുന്ന് വന്നപ്പോൾ നമ്മൾ കഴിച്ചിട്ടാണ് വന്നത്. അതൊരു ഫുഡും കാര്യങ്ങളൊക്കെ അവസാനം കഴിക്കുന്നുള്ളൂ. അപ്പോൾ അന്നേരം എന്താ അവർ ചെറുക്കനും പെണ്ണും എല്ലാം കൂടെ കേക്ക് കട്ട് ചെയ്യാനുള്ള പുറപ്പാടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ കേക്കും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫാമിലീസും അതുപോലെ തന്നെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കേക്കും കാര്യങ്ങളൊക്കെ കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയുക, കേക്ക് കൊടുക്കുകയും എടുക്കലൊക്കെയാണ്. അങ്ങനെ എന്തുവായാലും എന്താ പറയുന്നത്, ഒരു പ്രത്യേക ഒരു മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ഒത്തിരി എന്താ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോറായിപ്പോൾ. എന്തായാലും നമുക്ക് കുറച്ച് നേരം എന്തായാലും കാണാം. എനിക്ക് ശരിക്കും പറഞ്ഞൊരു പ്രത്യേകത തോന്നുന്നത് വെച്ചാൽ, ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇതുപോലെ തിരുവനന്തപുരത്തോട്ട് വരുന്നതാണെന്നാലും അതുപോലെ തിരുവനന്തപുരത്ത് ഇതുപോലെ ഒരു റിസപ്ഷനിൽ പങ്കെടുക്കുന്നതൊക്കെ ആണെങ്കിലും കുറേ നാളുകൾക്ക് ശേഷം. അതുകൊണ്ട് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒത്തിരി സന്തോഷം കാര്യങ്ങളൊക്കെ തോന്നി. ഒന്നും പറയാനില്ല, മച്ചാന്മാരെല്ലാം പൊളിച്ചു. അന്നേരം ഏകദേശം നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, പിന്നെ കുറേ സൈഡ് ഡിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ വയറ് ഫുള്ളായതുകൊണ്ട് ഞാൻ അധികം ഫുഡ് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. കുറച്ച് ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ മേടിച്ചു. അതുപോലെ തന്നെ എൻ്റെ കൂടെ ചിക്കൻ കറി ഉണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ്. അങ്ങനെ എല്ലാം കുറേശ്ശെ എടുത്തുകൊണ്ട് നേരെ നമ്മൾ സീറ്റിലോട്ട് പോയി. കാരണം ഇപ്പോൾ ഓൾറെഡി എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയി, വെളിയിൽ നിന്നുള്ള ആൾക്കാരെല്ലാം പോയി. ഇപ്പോൾ നമ്മൾ ഫാമിലീസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ആൾക്കാരും പോയി. അതുകൊണ്ട് തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നേരെ ടേബിളിൽ പോയി, ടേബിളിൽ കൊണ്ടുവച്ച് കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങി കേട്ടോ. കറങ്ങിയെന്ന് വെച്ചാൽ ഇനിയാണ് ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങൾ. കാരണം ചെറുക്കനും ഫ്രണ്ട്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഫാമിലീസും ലേഡീസും എല്ലാവരും, കൊച്ചു പിള്ളേർ എല്ലാവരും ചേർന്ന് അടിച്ചുപൊളി ഡാൻസും പാട്ടും ഒക്കെയാണ്. ഇനി നമുക്ക് ആ വീഡിയോയിലോട്ട് നമുക്ക് പോകാം.